പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം വരാൻ പോകുന്നു. ഏപ്രിൽ 16 പാർലമെന്റ് പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യമെന്ന് പറയുന്നത്. ഒരു സുപ്രധാനമായിട്ടുള്ള ബില്ലാണ് ഇപ്പോൾ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അസമിലെ ബാർപേട്ടയിൽ സംഘടിപ്പിച്ച വമ്പിച്ച തിരഞ്ഞെടുപ്പ് റാലിയിൽ രാജ്യത്തെ സ്ത്രീകൾക്കായി പ്രധാനമന്ത്രി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഏപ്രിൽ 16 മുതൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പ്രത്യേക സമ്മേളനം വിളിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. ഈ സമ്മേളനത്തിൽ വനിതാ സംവരണ ബിൽ സംബന്ധിച്ച് പ്രധാന മാറ്റങ്ങൾ വരുത്തും. രാജ്യത്തെ സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഈ ചരിത്രപരമായിട്ടുള്ള നിയമം എതിർപ്പില്ലാതെ ഏകകണ്ഠമായി പാസ്സാക്കാൻ അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ പല കാര്യങ്ങളിലും സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുത്തലാഖ് ബില്ല് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ സമ്മേളനത്തിൽ വനിതാ സംവരണ ബിൽ സംബന്ധിച്ച് പ്രധാന മാറ്റങ്ങൾ വരുത്തുമെന്നുള്ളതാണ്. രാജ്യത്തെ സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഈ ചരിത്രപരമായിട്ടുള്ള നിയമം എതിർപ്പില്ലാതെ ഏകകണ്ഠമായി പാസ്സാക്കാൻ അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിച്ചു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലോ ദക്ഷിണേന്ത്യയിലോ ഈ ബിൽ സീറ്റുകൾ കുറയ്ക്കില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. കാരണം സ്ത്രീകൾക്കുള്ള അധിക സീറ്റുകളുടെ എണ്ണവും മൊത്തം സീറ്റുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത് എന്ന് നോക്കുകയാണെങ്കിൽ രാജ്യത്തെ പെൺമക്കളുടെയും സഹോദരിമാരുടെയും അവകാശങ്ങൾക്കായി ഏപ്രിൽ 16 മുതൽ സർക്കാർ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ബില്ല് ഒരു സംസ്ഥാനത്തിനും ദോഷം വരുത്തില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ജനസംഖ്യാ നിയന്ത്രണം വിജയകരമായി നടപ്പിലാക്കി ദക്ഷിണേന്ത്യൻ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രാതിനിധ്യം കുറയുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് സ്ത്രീകൾക്ക് കൂടുതൽ സീറ്റുകൾ ഒരുക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആരുടെയും അവകാശങ്ങൾ കവർന്നെടുക്കാതിരിക്കാൻ നിലവിലുള്ള സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഈ പ്രവർത്തനത്തിൽ സഹകരിക്കാൻ പ്രധാനമന്ത്രി എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിച്ചു. ഈ നിയമം ഏകകണ്ഠമായി പാസ്സാക്കുന്നതിന് എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ സമ്മർദ്ദം ചെലുത്തണമെന്ന് അദ്ദേഹം അസമിലെ സഹോദരിമാരോട് പ്രത്യേകം അഭ്യർത്ഥിച്ചു. ഈ മഹത്തായ പ്രവർത്തനത്തെക്കുറിച്ച് ചിലർ മിഥ്യാധാരണകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും എന്നാൽ ഈ ബിൽ മുഴുവൻ രാജ്യത്തിന്റെയും താല്പര്യത്തിനനുസരിച്ചാണെന്നും അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റമായിരിക്കും ഇത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളം.